എടോ, നമുക്ക് ഹൈക്കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്താലോ? ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് എവിടുത്തെ ന്യായോ? ഏയ്, ഒന്നും വേണ്ട ജയ. ദൈവത്തിന് ചിലപ്പോ എന്നെ കൊണ്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. എന്നാലും ഇങ്ങനൊരു ജോലി എന്നൊക്കെ പറഞ്ഞാൽ വരട്ടെ. അതുവരെ ഇച്ചാനും സാമിനും ഇപ്പൊ കഴിയാലോ. അവർക്ക് സന്തോഷാവും. തന്റെ ഈ അടിയുറച്ച ദൈവവിശ്വാസം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ലിസ, ഈ ലോകത്ത് ആയിരക്കണക്കിന് ദൈവങ്ങളും മതങ്ങളും ഉണ്ട്. അതിനിടയില് യേശു മാത്രം രക്ഷകനെന്ന് തനിക്കെന്താ ഇത്ര ഉറപ്പ്? യേശു ആവില്ല രക്ഷകനെന്ന് തനിക്കെന്താ ഉറപ്പ്? സമയം ബോബിച്ചേ, ഫോൺ എടുക്ക്. യേശുവിന്റെ വീണ്ടും വരവ് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട് തരിക പുതിയ ജീവിതമൊക്കെ? ഒരു കുഴപ്പമില്ല അച്ചു. ആ സാമൂട്ട് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോഴും തന്നെ വിളിച്ചതാ അച്ചു, പാർക്കിൽ പോവാൻ. കുറച്ച് സമയം ഒക്കെ ശരിയാവൂടോ തരിക. അവരുടെ പ്രാർത്ഥനയും ധ്യാനവും സഹിക്കാൻ പറ്റാത്ത എടോ, ഞാൻ വീണ്ടും ഒരു പിതാവാകാൻ പോവാടോ. സത്യം? തിരിച്ചു ചെല്ലുന്നത് ജയിലിലേക്കാണെങ്കിലും ഞാനും ആലീസും അതിന്റെ സന്തോഷത്തിലാ. താൻ ചെല്ലടോ, ഞാനിവിടെ ഇരിക്കാം. ആയിരക്കണക്കിന് ആളുകളെ ലോകമെമ്പാടും കാണാതായിരിക്കുന്നു. ചില ക്രിസ്തീയ വൃത്തങ്ങൾ പറയുന്നത് ഇത് യേശുവിന്റെ രണ്ടാം വരവായിരുന്നു എന്നാണ്. അമേരിക്കൻ മന്ത്രാലയവും പെന്റഗണും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രപതി ഭവനിൽ ഒത്തുചേർന്ന അടിയന്തര യോഗം
ഇന്ത്യൻ സേനയോട് അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചു. ഇതൊരു കെമിക്കൽ യുദ്ധഫലമാണോ അതോ ഒരു വൈറസ് ബാധയാണോ? അതുമല്ല, ചിലർ വിശ്വസിക്കുന്നത് പോലെ അന്യഗ്രഹ ജീവികളുടെ പ്രവൃത്തിയാണോ? ശാസ്ത്രീയ പഠനങ്ങൾ ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ലോക നേതാക്കൾ പരസ്പര സഹായത്തിനായി രൂപീകരിച്ച യുണൈറ്റഡ് വേൾഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നു. ഇതിന്റെ ഡയറക്ടർ ജനറലിനെ ഇന്ന് തിരഞ്ഞെടുക്കും. മാറത്തു പൊൻ കച്ച